പാർട്ടി സംസ്ഥാന കമ്മിറ്റി സഖാവ് ബാലന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സഖാക്കൾ പിണറായി വിജയൻ, വിജയരാഘവൻ തുടങ്ങിയ PB അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്, വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇന്നത്തെ യോഗം ചേർന്നത്. കേരളത്തിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരായി വലിയ പ്രചാരവേല നടക്കുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ പരാജയം സംബന്ധിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വലിയ മാധ്യമ വിചാരണ കേരളത്തിലെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായിട്ട് നടന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് എന്നും അതിൻ്റെ ഭാഗമായി ചേലക്കര നിയോജകമണ്ഡലം ഉൾപ്പെടെ വിജയിക്കാൻ പോകുന്നുവെന്നുമാണ് UDF വലിയ പ്രചാരവേല സംഘടിപ്പിച്ചത്. നിരവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി UDF-ഉം BJP-യും നിരന്തരം ശ്രമിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ അപവാദ പ്രചാരവേലകളെയും മറികടന്ന് നിലവിലുള്ള സീറ്റ് നിലനിർത്താനും പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞിട്ടും വോട്ട് വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിനും പാർട്ടിക്കുമെതിരായി നടത്തിയ പ്രചാരവേലകൾ അതേപോലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കാണിക്കുന്നത്.